നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എടുക്കാം. നമുക്ക് റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് പോവാം. ഇന്ന് നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി റീഡിംഗ് ആണ്. ആക്ച്വലി തേർഡ് പാർട്ടിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും തേർഡ് പാർട്ടി ഉണ്ട് എന്നറിയുന്ന ആണെങ്കിൽ മാത്രം നിങ്ങൾ കാണാം. കൂടുതലും നിങ്ങൾക്ക് പക്ഷേ ഇൻഡിക്കേഷൻ ഉണ്ടാവും എങ്ങനെയെങ്കിലും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ആ ഒരു മനസ്സിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാലും കുറച്ച് ശ്രദ്ധിച്ച് മാത്രം കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം കാണാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഫീലിങ്സും തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും രണ്ടും നമുക്ക് നോക്കാം. ഫീലിങ്സ് ആൻഡ് അവർ തമ്മിൽ എന്താ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. നിങ്ങൾ തമ്മിലും ഉള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് നെക്സ്റ്റ് എന്താ പറയുക, മുന്നോട്ട് എന്താണ് ആഗ്രഹം, ഇൻറ്റൻഷൻ എന്താണ് എന്ന് നോക്കാം. അതേപോലെ തന്നെ തേർഡ് പാർട്ടിയോടും അവരുടെ ഫീലിങ്സ്, തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻ അങ്ങനെ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഓക്കെ, നമുക്ക് ഫൈൻ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആദ്യം എടുക്കാം ആൻഡ് തേർഡ് പാർട്ടിയോടുള്ളതും എടുക്കാം. ഞാനിങ്ങനെ സൈഡ് ബൈ സൈഡ് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കൊന്നിച്ച് നോക്കാം. ഓക്കെ, സോ നിങ്ങളോടുള്ള ഫീലിങ്സ് പേഴ്സൻ്റെ. ഓക്കെ, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് അവർ മനസ്സിൽ എന്താണ്. ഓക്കെ ഓക്കെ, ആൻഡ് അവർക്ക് ആഗ്രഹം എന്താണ്, ഈ ബന്ധത്തിൽ മുന്നോട്ട് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി നോക്കാം. ഓക്കെ ഓക്കെ, ആക്ച്വലി എനിവേ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നമുക്കിനി തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എടുത്തിട്ട് ഞാൻ ഒന്നിച്ചു പറയാം. ഓക്കെ, സോ കാർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്. ഓക്കെ, തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയോടുള്ള ഇൻറ്റൻഷൻ, അവർ മുന്നോട്ട് എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ബന്ധത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് മുന്നോട്ട്. ഓക്കെ, വാവ്, ഫൈൻ. ഈ ഒരു കാർഡിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്നും എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഓക്കെ, സി വളരെ ക്ലിയർ ആയിട്ടാണ് ഇവിടെ പിക്ചർ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, ഒന്നാമത്തെ കാര്യം ഒരു മാരീഡ് എനർജി എനിക്ക് വരുന്നുണ്ട്. പല കാർഡ്സും ഇവിടെ ഉണ്ട്. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. മാരീഡ് ആവാം. സോ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി അറിയുമായിരിക്കും. ഓക്കെ, അല്ലാത്തവരാണെങ്കിലും മേ ബി അവർ മാരേജ് തീരുമാനിച്ചു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. സോ ഇത് കൂടുതലും ഒരു വേറെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിയിലാണ്. ഫാമിലി അല്ല ഇവിടെ കാണുന്നത്. ഓക്കെ, ഫാമിലി എന്ന രീതിക്കല്ല, കൂടുതലും മെജോറിറ്റി ഫാമിലി ആവാം, ചെറുതായിട്ടില്ല എന്ന് പറയുന്നില്ല, ബട്ട് കൂടുതലും ഇവിടെ ഒരു ഫാമിലി എനർജിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, പക്ഷേ ഇവിടെ നിങ്ങളോടുള്ള ഫീലിംഗ് പറയുമ്പോൾ അവർക്ക് ശരിക്കും മേ ബി നിങ്ങളെ മാരേജ് ചെയ്യാൻ ആഗ്രഹം എന്ന രീതിക്കാണ് കാണുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങളെ മാരേജ് വേണം എന്ന രീതിക്കാണ് അവരുടെ തോട്ട്സിൽ. ഒരു സ്റ്റേബിൾ കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുമായിട്ട് വേണം എന്ന രീതിക്കാണ് ചിന്തിക്കുന്നത്. ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ന്യായമായ രീതിയിൽ നിങ്ങളോട് ശരിക്കും പ്രോപ്പറായിട്ട് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് അങ്ങനെ വേണം എന്ന രീതിക്കാണ് അവരെ മനസ്സിൽ. അതായത് അവരെ നിങ്ങളെ ഫാമിലി പോലെ കാണുന്നു എന്നും പറയാം. ഓക്കെ, അവർ നിങ്ങളോട് കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടിയാണ് പോസിബിൾ ആയവർക്ക്. ഓക്കെ, മേ ബി കുറച്ച് ലീഗലി മാറ്റേഴ്സ് അവർ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ലീഗൽ മാറ്റേഴ്സ് നടക്കുന്നുണ്ടാവാം. അവർ സെപ്പറേഷൻ, ഡൈവേഴ്സ് അങ്ങനത്തെ വല്ലതൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. സോ യെസ്, കുറച്ച് പേർക്ക് അങ്ങനെയാണെങ്കിൽ അവരത് കഴിഞ്ഞിട്ട് നിങ്ങളെ ചൂസ് ചെയ്യണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിലും നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെ ശരിക്കും അവരൊരു ഹസ്ബൻഡ് ഓർ വൈഫ് എന്ന രീതിക്കാണ് അവർ കാണുന്നത്. ആൻഡ് ശരിക്കും ന്യായമായ രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒരു ലൈഫ് വേണം എന്ന രീതിക്ക് ആ ഫീലിങ്സ് തന്നെ അവർക്ക് വളരെ ന്യായമായ രീതിയിൽ നിങ്ങളോട് ന്യായം ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസിൽ നിൽക്കണം. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കരുത് എന്ന രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. വേദനിപ്പിക്കുന്നുണ്ടാവും, അത് വേറെ കാര്യം. ബട്ട് ഞാൻ പറയുന്ന അവരുടെ മനസ്സിലെ ഫീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത് എനിക്ക്. എന്ന് വെച്ചാൽ ഫീലിങ്സ് വൈസ് നിങ്ങളോട് സ്റ്റേബിളാണ്, കണക്റ്റഡ് ആണ്.
എൻ്റെ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ റിലേഷൻഷിപ്പിൽ എഫർട്ട് ഇടണം എന്ന് തന്നെയാണ്. ഓക്കെ, അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അവർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം, ആഗ്രഹമുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ടുപേരും എഫർട്ട് ഇട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിക്ക് തന്നെയാണ് ചിന്തിക്കുന്നതൊക്കെ. 4 ഓഫ് കപ്സ് ഉണ്ട്. സോ ഇപ്പോൾ മേ ബി ലേശം ഒരു അകൽച്ച ഉണ്ടാവാം, സെപ്പറേഷൻ ഉണ്ടാവാം, നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു മാറി നിൽക്കൽ ഉണ്ടാവാം. ബട്ട് ആ സമയത്തും അവർ നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ വേറെ പലതും ഉണ്ട് അവർക്ക്, ബട്ട് എന്നാലും അതിലൊന്നും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഓക്കെ, അവരെല്ലാത്തിനോടും ഇപ്പോൾ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് കാണുന്നത്. മേ ബി ആൻഡ് അതിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന രീതിയിലാണ് കാണുന്നത്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്നത്. ആൻഡ് അതിനു വേണ്ടി എഫേർട്ട് ഇടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് ഓക്കെ, മുന്നോട്ട് ആഗ്രഹം എന്താണ്? ഫ്യൂച്ചർ ആഗ്രഹം. അഗൈൻ കിങ് ഓഫ് സോഡ്സ് എനർജി. കിങ് ആവണമെന്നില്ല, ക്വീൻ ആയാലും നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഓക്കെ, അവിടെ കാണുന്നത് അതായത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം. ഓക്കെ, ധൈര്യത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യണം ലൈഫിൽ. ഓക്കെ, നിങ്ങളോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണം, നിങ്ങളോട് ന്യായമായത് ചെയ്യണം എന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, നിങ്ങളോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടിരിക്കണം, നിങ്ങളോട് എന്താണ് പറയാം, വാക്ക് സത്യസന്ധമായിട്ടിരിക്കണം. അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഫ്യൂച്ചറിലേക്ക് അവർക്കൊരു പ്രതീക്ഷയുണ്ട്. സ്റ്റാർ കാർഡാണ്. സോ ഇവിടെ ഒരു വിഷ്, ഡ്രീം എന്ന രീതിക്കാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു വിഷാണ്, ഡ്രീമാണ് എന്നൊക്കെ പറയാം. ആൻഡ് ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്ത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, ഓൾറെഡി ഇപ്പം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ഇവിടെ നിങ്ങളെ ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടായിരിക്കാം കാണുന്നത് റീഡിങ്. അങ്ങനെയാണെങ്കിലും ഓക്കെ, ഇവിടെ നിങ്ങളെ അവർ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, എവിടെയോ അവർ ശരിക്കും ഇപ്പോഴും റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതായത് അവർ വിട്ടു പോകരുത് എന്ന് നിങ്ങളുടെ മനസ്സിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെയുള്ളവർക്ക് മാത്രം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് നിങ്ങളെ വിട്ടു പോകരുത് എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഐ തിങ്ക് എവിടെയോ യെസ് അവർക്കും അത് ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട്. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ തമ്മിലിപ്പോൾ വേറെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ വേറെ ഫാമിലിയോ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. ഓക്കെ, സോ ഇവിടെ യെസ് നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്, ന്യൂ ബിഗിനിങ് വേണം എന്നാണ്. ആൻഡ് യെസ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. വളരെ ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, മേ ബി ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് ഒരു വളരെ സോഫ്റ്റ് എനർജി അല്ല വന്നത്. ഓക്കെ, അതായത് സ്നേഹത്തോടെ ഇമോഷൻസ് കാണിക്കുന്ന രീതിയിലല്ല വന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. ദറ്റ് ഇവർക്ക് ശരിക്കും സ്നേഹം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ബട്ട് ഇവിടെ ആ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും അവർ ആക്ച്വലി ഇത് വളരെ സ്ട്രോങ് സ്റ്റേബിൾ കണക്ഷനാണ് കാണിക്കുന്നത്. അല്ലാതെ വെറും ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ വെറുതെ ഒരു ഇമോഷണൽ എന്ന രീതിക്ക് മാത്രമല്ല. ഓക്കെ, അവർ വളരെ പ്രാക്ടിക്കലായിട്ടാണ് ഈ ബന്ധത്തിനെ കാണുന്നത്. അവർക്ക് ശരിക്കും ആ ഒരു ആഗ്രഹമുള്ളത്. എൻ്റെ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ടായിരുന്നു. സോ യെസ്, തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ള ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി, അതായത് ഇപ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട് ഉള്ളിൽ, അകത്ത് മനസ്സിലുണ്ട് തീർച്ചയായിട്ടും. എൻ്റെ ഇവിടെ ഓൾറെഡി 2 കിങ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. സോ യെസ്, തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഫീലിങ്സ് പറയാം. എന്നിട്ട് അവർക്ക് അവിടെ ഒരു എനർജി അങ്ങനെയാണ് വരുന്നത്. അവർക്ക് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്. ആൻഡ് അതിനെ ശരിക്കും ഒരു പ്രാക്ടിക്കലായിട്ട് കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് ചില തടസ്സങ്ങളുള്ളത് കൊണ്ട് മേ ബി അത് ആഗ്രഹം മാത്രമായിട്ട് മനസ്സിലായിരിക്കുന്നുണ്ടാവാം. ഓക്കെ, കാരണം ഇവിടെ ഓക്കെ, ഞാൻ എന്തുകൊണ്ട് ഇത്ര നല്ല പോസിറ്റീവ് പറഞ്ഞു വെച്ചാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ, ഇവിടെ നെഗറ്റീവ് തേർഡ് പാർട്ടിയുടെ അടുത്ത് മുഴുവൻ നെഗറ്റീവാണ് വന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇവിടെ തേർഡ് പാർട്ടിയുടെ വന്നത് നമുക്കിവിടെ 4 ഓഫ് സോഡ്സ് ആൻഡ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, സി അവർ ഇത് ഫാമിലി എനർജി, ഇതാണ് ഞാൻ പറഞ്ഞത്. ഫാമിലി കാർഡ് കൂടുതൽ വന്നിട്ടുണ്ട്. ഇവിടെ 10 ഓഫ് കപ്സ് ഉണ്ട്, എംപ്രസ് ഉണ്ട്, കുട്ടികളുടെ കാർഡ് ഉണ്ട്, 6 ഓഫ് കപ്സ് ഉണ്ട്. പല കാർഡ്സും ഇവിടെ പറയുന്നത് എനിക്കൊരു ഫാമിലി എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഓക്കെ അവർ മാരീഡ് ആണ് എങ്കിൽ അവർക്ക് ബാധ്യതകളുണ്ട്. ഓക്കെ, അവർക്ക് ബാധ്യതകളുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, സൊസൈറ്റിയുടെ മുമ്പിൽ ഒരു ഇതുണ്ട്, എല്ലാം ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ബട്ട് അവർ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. പെട്ട് നിൽക്കുന്ന വേറെ കാർഡുണ്ട്. ബട്ട് ഇത് പറയുന്നത് അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫാമിലി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ആൻഡ് അഗൈൻ പെൻറ്റിക്കിൾസ് ആണ് പറയുന്നത്. സി ഐ തിങ്ക് ഇപ്പോൾ അവരുടെ എനർജി മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ ഫീലിങ്സിനെ അടക്കി വെക്കുന്ന പോലെയാണ്. ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല. എല്ലാ ഫീലിങ്സും അവരുള്ളിൽ വെച്ച് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ. സോ ഇവിടെ യെസ് ഒരു ബ്രേക്ക് നിങ്ങളുടെ അടുത്ത് കാണാം. ആൻഡ് തേർഡ് പാർട്ടിയിൽ നിന്നും ആക്ച്വലി തേർഡ് പാർട്ടിയിൽ ഉണ്ടെങ്കിൽ പോലും ഓക്കെ അവർക്ക് അവിടെയും അവരൊരു എഫേർട്ട് ഇടുന്ന രീതിയിലല്ല കാണുന്നത്. എഫേർട്ട് എന്നല്ല, മീൻസ് ഒരു മനസ്സുകൊണ്ട് നമ്മൾ പറയില്ലേ, മനസ്സുകൊണ്ടൊരു വിഡ്രോവൽ എനർജിയാണ്. അവിടെയും ഒരു ഇമോഷൻസ് കൊടുക്കുന്ന രീതിക്കല്ല. അതിലും ജസ്റ്റ് ഓക്കെ ഞാൻ ഫാമിലിയാണ്, ടേക്ക് കെയർ ചെയ്യണം, ഓക്കെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്, ഞാൻ അവർക്ക് ഫൈനാൻഷ്യലി ഞാൻ അവരെ സ്റ്റേബിൾ ആക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, ആ രീതിക്കുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഒരു തരത്തിലും ഒരു സ്നേഹത്തിൻ്റെ ഒരു എനർജിയും ഒരു ആ വ്യക്തി പോലും ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എനിക്കൊരു കടമയുണ്ട്, ഞാൻ ചെയ്യുന്നു, എത്രമാത്രം. ഇവിടെയാണ് പേഴ്സൺ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെയാണ് എല്ലാത്തിലും ആക്ച്വലി നിങ്ങളുടെ ഭാഗത്താണ് വ്യക്തികളായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അഗൈൻ ഈ ആ ബന്ധത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, തേർഡ് പാർട്ടിയെ കുറിച്ച് ഓർക്കുമ്പോഴും അവർക്ക്
തേർഡ് പാർട്ടിയെ നഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ അവിടെ കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, കുറേ കാലമായിട്ടുള്ള അവരുടെ ബന്ധങ്ങളായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഓക്കെ, അത് നഷ്ടപ്പെടുന്നതും ഒരു ചെറിയ ലോസ് ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട് അവർക്ക്. ഓക്കെ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഈവൻ ഓക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ വല്ല ഡൈവേഴ്സ് കേസ്, കോർട്ട് കേസ് നടക്കുന്നുണ്ടെങ്കിൽ അതെവിടെയോ മനസ്സിൽ ബാധിക്കുന്നുമുണ്ട്, ചെറുതായിട്ടെങ്കിലും അത് ബാധിക്കുന്നുമുണ്ട്. ഓക്കെ, കാരണം ഇതൊന്നും അത്ര എളുപ്പത്തിൽ നമ്മൾ ഒരു ഇമോഷനും ഇല്ലാതെ ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. മാനസികമായിട്ട് ചെറുതായിട്ടൊക്കെ ബാധിക്കും. ഈവൻ അതർവൈസ് അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫാമിലി നഷ്ടപ്പെടും എന്ന രീതിക്കൊക്കെ ചിന്തിക്കുമ്പോഴും അവർക്കൊരു വിഷമമുണ്ട് എവിടെയോ. ഓക്കെ, ഒരു ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ്. റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അവർക്കൊരു വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. ഈവൻ നിങ്ങളെ ഓർക്കുമ്പോഴും ഉണ്ട് അത്. അവർക്ക് ലൈഫിലുള്ള കാര്യങ്ങളിൽ അവർക്കൊരു സന്തോഷമില്ല. ഓക്കെ, നിങ്ങളാണ് സന്തോഷം, ബട്ട് അറ്റ് ദ സെയിം ടൈം ഫാമിലി നഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നില്ല. കയ്യിലുള്ളതും പോകുമെന്നുള്ള പേടിയുണ്ട്. സോ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു ഓവറോൾ ഒരു എവിടെയോ ഒരു ഇമോഷണൽ ഫീലിംഗ് അവർക്ക് കാണുന്നത് ലോസിൻ്റെ ഫീലിംഗ് ആണ്. നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ, ബട്ട് ഫാമിലിയും പറ്റില്ല എന്ന രീതിയിൽ. കാരണം കുട്ടികളൊക്കെ ഉണ്ടാവാം. ഓക്കെ, സോ എവിടെയോ ഫാമിലിയുമായിട്ട് ഇപ്പോൾ സപ്പോസ് ഹാപ്പി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ, ഹാപ്പി എന്ന് പറയുമ്പോൾ ഒരു കടമ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഒരു എൻജോയ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പെട്ട് നിൽക്കുന്ന എനർജി അഗൈൻ ഫ്യൂച്ചറിലേക്ക് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴും പെട്ട് നിൽക്കുന്ന എനർജിയാണ് വരുന്നത്. ഓക്കെ, അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ സ്റ്റക്കാണ്, ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒന്ന് പുറത്തു വരിക എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. തെറ്റ് ഞാൻ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇതിൽ ഞാൻ നിൽക്കണോ വേണ്ടേ, ഞാൻ ഇവിടുന്ന് വിട്ടു പോകാൻ പറ്റുമോ, എനിക്ക് പറ്റില്ലേ, ഓക്കെ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന രീതിക്കുള്ള ചിന്തയാണ്. ഓക്കെ, ഞാനിവിടെ സ്റ്റക്കാണ്, എനിക്ക് വേണ്ടതിലേക്കും എനിക്ക് പോകാൻ പറ്റുന്നില്ല, ബട്ട് എൻ്റെ കയ്യിൽ ഉള്ളതിനെയും വിട്ട് കളയാൻ പറ്റുന്നില്ല. സോ അങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനാണ് കാണുന്നത്. അവരുടെ മൈൻഡ് വളരെയധികം ബ്ലോക്ക്ഡ് ആണ്. തീരുമാനങ്ങൾ അവർക്ക് എടുക്കാനും പറ്റുന്നില്ല. അവർക്ക് സത്യങ്ങൾ അറിയാം, അവർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ദറ്റ് ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിലൊന്നും കാര്യമില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ട്. ബട്ട് എന്നാലും അത് വിടാനുള്ള ചില എന്താ പറയുക ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ. അഗൈൻ ഹാങ്മാൻ ആണിത്. ഹാങ്മാൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആയിട്ടുള്ള സിറ്റുവേഷനാണ് വീണ്ടും കാണിക്കുന്നത്. അവർ പെട്ട് നിൽക്കുക തന്നെയാണ്. എന്തിലാണ് പെട്ട് നിൽക്കുന്നത്? ഫാമിലി അല്ലേ. സോ ഫാമിലിയിൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയാണ്, എൻ്റെ കടമയാണ്. ഓക്കെ, അത്ര വേഗം വിടാൻ പറ്റില്ല. അഗൈൻ കുട്ടികളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ഫാമിലി ഓൾറെഡി കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിടാൻ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അഗൈൻ എംപ്രസ് എന്ന് കാണുന്നുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, മാരീഡ് ആവാനുള്ള നല്ല പോസിബിലിറ്റി ആണ് ഇവിടെ. ഓക്കെ, ബട്ട് ഫീലിംഗ് ഇവിടെ നമുക്ക് ജസ്റ്റ് അവരുടെ ഫീലിങ്സ് കൂടെ ഒന്ന് എടുക്കാം, നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടെ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങളോട് എന്നല്ല, ഓക്കെ സോറി, ഓക്കെ അവരുടെ ഫീലിങ്സ് കൂടി ഒന്ന് എടുക്കാം നമുക്ക്. ഒരു ഇമോഷണലി അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഓവറോൾ ഈ സിറ്റുവേഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഓവറോൾ അവരുടെ മനസ്സിലെ ഇമോഷൻസ് എന്താണ്. ഇവിടെ കൂടുതലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എനർജിയല്ല കിട്ടുന്നത്. ഓക്കെ, നമുക്ക് അവരുടെ മനസ്സിലെ ഉള്ളിലെ ഡീപ്പ് ഫീലിങ്സ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. 8 of Cups, Page of Cups, 5 Swords. Okay, overall energy, 6 of Swords, Strength. എവിടെയോ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമാണ്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് മാറി നിൽക്കുന്നവർക്ക്. ഓക്കെ, അല്ലാത്തവർക്കായാലും അവർ ഒരു സോഫ്റ്റ് സൈഡ് നിങ്ങൾ കാണും മുന്നോട്ട്. ഓക്കെ, സോ ഇവിടെ ഒരു ലേശം എന്താണെന്ന് വെച്ചാൽ ഐ തിങ്ക് അവർക്കെല്ലാം ഒന്ന് ഒഴിഞ്ഞ് മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ടാവാം. ഇവിടെ കോൺഫ്ലിക്റ്റ്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കോൺഫ്ലിക്റ്റ് ആയാലും ശരി, എല്ലാത്തിനും ഒന്നും ഒഴിഞ്ഞ് ഒരു സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് ഉണ്ട്. നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ ഇമോഷണൽ എനർജി ഇപ്പോൾ അവർ നിങ്ങളോട് അധികം കാണിക്കുന്നില്ലെങ്കിൽ മുന്നോട്ട് അത് ഉണ്ടാവും. ചെറിയ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചെറുതായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു നിങ്ങൾക്ക് ഒരു സോഫ്റ്റ് അപ്രോച്ച് കുറച്ചെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ മുന്നോട്ട് സ്മൂത്തായിട്ട് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി സ്ട്രോങ്ങർ ബോണ്ട് ഫീൽ ചെയ്യുന്ന എനിക്ക് ആ രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഏസ് ഓഫ് കപ്സ്. എവിടെ അവരെ മനസ്സിൽ അവർ ഒരുപാട് ശരിക്കും ഒരു ഫീലിങ്സ് നിങ്ങളോട് വെച്ചിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. ആൻഡ് തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു എനർജി, ആക്ച്വലി എല്ലാം വിട്ടുമാറിയിട്ട് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്തത് അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറണം എന്ന രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. ആൻഡ് അതിവിടെ നമ്മൾ കണ്ടത് തേർഡ് പാർട്ടിയിലാണ്. എനിവേ, നമ്മളത് ഒന്നും ആഗ്രഹിച്ച് പറയുന്നതല്ല, ബട്ട് സിറ്റുവേഷൻസ് കാണുന്നത് ഇവിടെ കാർഡിൽ വരുന്നത് പറയുകയാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കുറച്ച് പേർക്ക് തേർഡ് പാർട്ടിയുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം.
അവിടുന്ന് മാറാനുള്ള ഒരാഗ്രഹം ഇവിടെ കാണുന്നുണ്ട്. ലെറ്റ്സ് സീ നിങ്ങളെ കുറിച്ച് നമുക്കൊരു ഫർഗിവ്നെസ്, ഓവർവെൽംഡ്, സ്ട്രെസ്, കമ്മിറ്റ്മെൻറ്റ്, ഞാൻ എന്താ പറഞ്ഞു, ഓക്കെ, ആബ്സെൻസ്, ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, സോൾ കോൺട്രാക്ട്, റണ്ണർ, ന്യൂ ചാപ്റ്റർ. വാവ്, ഐ എം ട്രൈങ് ടു മൂവ് ഓൺ എന്ന് പറയുന്നുണ്ട്. ആൻഡ് മൂവിങ് ഓൺ ഇത് നിങ്ങളുടെ അടുത്ത് നിന്നല്ല, ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്നല്ല. ഇവിടെ നമ്മൾ ആ എനർജീസ് അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആക്ച്വലി ഇവിടെ ഫർഗിവ്നെസ് പറയുന്നത് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ഓവർവെൽംഡും ഉണ്ട്. ദ സ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ. അവർക്ക് ഓവറോൾ അവരുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ആ സ്ട്രെസ് അവരെ വല്ലാതെ ഡ്രെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഫർഗിവ്നെസ്സിൻ്റെ കാര്യമുണ്ട്. സോ മേ ബി അവർ എന്താ പറയുക, ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. ഓക്കെ, അവർ പാസ്റ്റിൽ അവരുടെ ലൈഫിൻ്റെ സിറ്റുവേഷൻസ് ആയിരിക്കാം, നിങ്ങൾ തമ്മിലുണ്ടായ കാര്യങ്ങളായിരിക്കാം, എല്ലാം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എല്ലാം കൂടി ചിലപ്പോൾ സ്ട്രെസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലാണ്. മേ ബി തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം, നിങ്ങൾ തമ്മിലുള്ള ഇടയിൽ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവാം, കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിരിക്കാം. എല്ലാം കൂടി അവർ സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഐ വോണ്ട് യു ടു ബി പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. യെസ്, അതാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അവർ നിങ്ങൾ അവരുടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, ഒരു മാരേജ് പ്രപ്പോസൽ പോലെ പ്രതീക്ഷിക്കാം. എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഇവിടെ ആബ്സെൻസ് പറയുന്നുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, അവർക്ക് ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവായിട്ട് അവർ ഓക്കെയാണ്, ഞാനില്ലാതെ അവർ ഓക്കെ ആണല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് അവർ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളില്ലാതെ അവരുടെ ഒരു പാർട്ട് തന്നെ മിസ്സിങ് എന്ന രീതിക്കാണ് അവർക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, ദ തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻ. ഓക്കെ, അവർ ചില കാര്യങ്ങൾ അവർ മനസ്സിൽ ചില പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, ദാറ്റ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ ഉണ്ടാവും. ബട്ട് ചിലത് അവർ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. സോ മേ ബി തേർഡ് പാർട്ടിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളും ചിലപ്പോൾ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ ഉണ്ടായിരുന്നുണ്ടാവും. ബട്ട് അത് അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നാണ്. ആൻഡ് സോൾ കോൺട്രാക്ട്, ദ ലെസൺസ് ഐ ലേൺ ഫ്രം മാസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. സേ അവർ നിങ്ങൾ തമ്മിൽ, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തമ്മിലൊരു സോൾ കോൺട്രാക്ട് ആണ്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ വരണം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വരണം. ആൻഡ് പരസ്പരം നിങ്ങൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്നുള്ള രീതിയിലാണ്. സോ ഇത് കർമ്മ അല്ല, കാർമിക് എന്ന രീതിയിലല്ല, നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവർ നിങ്ങൾക്ക് ചിലത് നിങ്ങളെ സെൽഫ് വാല്യൂ പഠിപ്പിക്കുകയാണ് മെയിനായിട്ട്, അതാണ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനത്തെ ബന്ധങ്ങൾ വരുമ്പോൾ നിങ്ങൾ സെൽഫ് വാല്യൂ പഠിക്കും, നിങ്ങൾ സെൽഫ് വർത്ത് പഠിക്കും, സെൽഫ് ലവ് പഠിക്കും നിങ്ങൾ. ഓക്കെ, അതാണ് സംഭവിക്കാറ് എപ്പോഴും. ഓക്കെ, സോ ഇവിടെ ആൻഡ് അവർക്ക് നിങ്ങളും എങ്ങനെയാണ് സ്നേഹിക്കുക, എങ്ങനെയാണ് ഒരു വ്യക്തി ഇത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇവിടെ സോൾ ലെസൺ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു, അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റണ്ണർ ഉണ്ട്. പക്ഷേ ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു റൺ എനി മോർ എന്നാണ് പറയുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എവിടെയോ കമ്മിറ്റഡ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ വിട്ടു പോവാതെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കാൻ, നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ, മാരേജ് പോസിബിൾ ആയവർക്ക് അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളോട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാത്തവർക്ക് അവരിതുവരെ നിങ്ങളെ മേ ബി നിങ്ങളുടെ ഇടയിൽ മാറിയൊക്കെ പോയിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവർക്ക് പോകാനുള്ള ആഗ്രഹമില്ല എന്നാണ് പറയുന്നത്, ഓടാൻ ആഗ്രഹമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു റൺ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ സിറ്റുവേഷനിൽ അവരിപ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. ഓക്കെ, ആൻഡ് അവർക്ക് ഈ റൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു എല്ലാം കൂടി സിറ്റുവേഷനൊക്കെ കൂടി സ്ട്രെസ് ആകുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഓവർ അറ്റാച്ച്ഡ് ഒക്കെ ആവുന്നു എന്ന് തോന്നുമ്പോൾ, അങ്ങനത്തെ പേടികൾ വരുമ്പോൾ, സോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിലാണ് ഇവർ റൺ ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി മേ ബി ഇത് നിങ്ങൾ സെൽഫ് ലവിൽ നിൽക്കുന്ന കാര്യമായിരിക്കാം. സോ സംഭവം അവർക്ക് ഫീലിങ്സും അറ്റാച്ച്മെൻറ്റും ഒക്കെ നിങ്ങളോട് തന്നെയാണ് കാണുന്നത്. തേർഡ് പാർട്ടി യെസ് കമ്മിറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ചിലത് പുറത്തു വരാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഗൈൻ സെൽഫ് ലവിൽ വരിക. ഓക്കെ, സോറി ഞാൻ തിരിച്ചു വിട്ടു. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് ലവിൽ നിങ്ങൾ നിൽക്കാം. ഓക്കെ, പേഴ്സൺ യെസ് വരുന്നത് സന്തോഷം തന്നെ, അല്ലാത്ത പക്ഷേ അവർക്കും അവരുടേതായ ചില കാര്യങ്ങളുണ്ട്. മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.